ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പേരുകാരി വ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ. ഇനി ഞാൻ രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട്, കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇദ്ദേഹം കുടിക്കാനുള്ള വെള്ളം ചൂടാക്കുകയാണേ. രാവിലെ ഞാനും ചേട്ടനും എണീക്കുമ്പോൾ വെള്ളം ചൂടാക്കി കുടിക്കും കേട്ടോ. തിളപ്പിച്ചാറിയ വെള്ളം അതൊന്നുകൂടെ ഒന്ന് ചൂടാക്കി കുടിക്കും. അല്ലാതെ ജീരകമുള്ളൊന്നുമല്ല, സാധാരണ നമ്മൾ ദാഹശമനയിട്ട് തിളപ്പിച്ച വെള്ളം ഉണ്ടല്ലോ, അതാണ് കേട്ടോ. ഇനി ഞാൻ ജനലൊക്കെ അങ്ങ് തുറന്നിടുകയാണേ. പിന്നെ ഞാൻ അരിയൊക്കെ അടപ്പത്തിട്ടിട്ടുണ്ട് കേട്ടോ. എണീറ്റപ്പോഴേ ഞാനങ്ങ് തീയൊക്കെ പറ്റിച്ച് അരിയൊക്കെ അടപ്പത്തിട്ട് കേട്ടോ. പിന്നാണ് വീഡിയോ എടുക്കുന്ന കാര്യം ഓർത്തത്. അന്നേരം പിന്നെ ഞാൻ വിചാരിച്ച് അങ്ങ് വീഡിയോ എടുക്കാമെന്ന്, അങ്ങനെ അങ്ങ് എടുത്തേ കേട്ടോ. പിന്നെ എനിക്കാണെങ്കിലേ വെള്ളം കുടിക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു ഇച്ചിരി നേരം ഒന്ന് ഇരിക്കണം, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പം. പിന്നെ ബാക്കി ഞാൻ ഒരു കപ്പ് വെള്ളം പാചകം ചെയ്ത് ഇരുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു കപ്പ് വെള്ളം കുടിക്കും കേട്ടോ. ഇപ്പം ചൂടൊക്കെ അല്ലേ, അല്ലെങ്കിൽ എനിക്ക് വെള്ളം ശരീരത്തിൽ കുറയുമ്പോഴേ തലവേദന വരും കേട്ടോ. അങ്ങനെ ഡോക്ടറെ കൊണ്ട് കാണിച്ചവൻ പറഞ്ഞ് നന്നായിട്ട് വെള്ളം കുടിക്കണമെന്നേ. ഇനിയിപ്പോൾ എന്തെങ്കിലും കറിക്കുള്ള മീനും പച്ചക്കറിയൊക്കെ എടുക്കുകയാണേ ഫ്രിഡ്ജിൽ നിന്ന്. ഇന്നാണെങ്കിൽ ഒരു മീൻ കറിയും ഒരു അവിയലും ഒരു മോരുമാണേ ഉണ്ടാക്കുന്നത് ഉച്ചയ്ക്ക് ഊണിന്. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഗോതമ്പ് പുട്ടും. ഇതൊക്കെ നമ്മൾ തലേന്നേ പ്ലാൻ ചെയ്ത് വെച്ചിട്ടല്ലേ കിടക്കുന്നത്, അതുകൊണ്ട് നമുക്ക് എന്നതുണ്ടാക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ കുടിക്കാനുള്ള വെള്ളമൊക്കെ അങ്ങ് വെക്കുവാണ് കേട്ടോ. അപ്പം തീയൊക്കെ ഒന്ന് നന്നാക്കി കൊടുക്കുവാണേ. ഇപ്പോൾ ദാണ്ട നെത്തോലിയാണ് എനിക്ക് മീനായിട്ട് കിട്ടിയത്. അപ്പം ഇന്നാണെങ്കിലേ അനിയത്തിയുടെ ഹസ്ബൻഡ് ഹോസ്പിറ്റലിൽ കിടക്കുക പനിയായിട്ട് കേട്ടോ. അപ്പോൾ അവർക്ക് ഇച്ചിരി ചോറ് കൊടുത്തു വിടാൻ വൈകിട്ട് വിളിച്ച് പറഞ്ഞായിരുന്നു. പക്ഷേ എൻ്റെ വേറെ മീനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞപ്പം പറഞ്ഞു കുഴപ്പമില്ല, ആ മീൻ മതി, ഇച്ചിരി അവിയൽ കൊടുത്തു വിട്ടാൽ മതിയെന്ന്. അങ്ങനെ പിന്നെ ഞാൻ നേരത്തെ രാത്രി തന്നെ അവിയലിനെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. അതങ്ങ് ഞാൻ കുക്കറിലോട്ട് വെക്കുകയാണേ. ഞാൻ ഇച്ചിരി 5:30 ആയപ്പോഴായി എണീറ്റത്, താമസിച്ചും പോയി. അപ്പോൾ ഞാനങ്ങ് അവിയലങ്ങ് കുക്കറിൽ വേവിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഒരു വിസിൽ കേട്ടാൽ മതി കേട്ടോ. നമ്മൾ ഇച്ചിരി ഉപ്പും ഒരിത്തിരി വെള്ളം ഒഴിക്കാവൂ. നമ്മൾ അവിയൽ അല്ലാതെ അടുപ്പത്ത് വെക്കുമ്പം വേവിക്കുന്ന കണക്ക് വെള്ളം ഒഴിക്കരുത്, ഒരിത്തിരി വെള്ളം ഒഴിക്കാവൂ. ഒരു വിസിൽ കേൾക്കാനുള്ള വെള്ളം മാത്രം ഒഴിക്കാവൂ, അല്ലെങ്കിൽ അങ്ങ് വെന്തു പോകും. പിന്നെ ആണെങ്കിൽ ഞാനാണെങ്കിൽ മീൻ കറിക്ക് അങ്ങ് തേങ്ങയൊക്കെ ചിരവി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ തേങ്ങയൊക്കെ തിരവി മീൻ കറിയും കൂടെ അങ്ങ് അടുപ്പത്താക്കട്ടെ കേട്ടോ. എൻ്റെ തലയിലേ ഈ തോർത്തിരിക്കുന്ന കാരണം എനിക്കങ്ങ് ഭയങ്കര മുടി ഇങ്ങനെ വലിയുന്നതാണ്. അപ്പോൾ അതങ്ങ് അഴിച്ചു മാറ്റാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. നേരം വെളുത്തിട്ടില്ല കേട്ടോ. 6 മണിയൊക്കെ ആവുന്നതേ ഉള്ളൂ. പിന്നെ ഞാൻ തേങ്ങ ചിരവി വെച്ചിട്ടാണ് അത് അഴിച്ചു മാറ്റാൻ പോയത്. ഇനിയിപ്പം ഉള്ളി നോക്കിയപ്പോൾ ഉള്ളി പൊളിച്ചതില്ല. ഇനിയിപ്പോൾ ആ ചുവന്നുള്ളിയും പൊളിച്ച് തേങ്ങയും മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഉലുവാപ്പൊടിയും പിന്നെ ചുവന്നുള്ളി 2-3 കഷ്ണം ചുവന്നുള്ളിയും 1 കഷ്ണം ഇഞ്ചി. പിന്നെ ഞാൻ നെത്തോലി മീൻ മാത്രമേ ഞാൻ ഇഞ്ചി അങ്ങനെ ചേർക്കാറുള്ളൂ കേട്ടോ. അല്ലാതെ മീൻ കറിക്ക് ഞാൻ ഇഞ്ചി ചേർക്കാറില്ല. അപ്പം കറിക്കൊക്കെ നന്നായിട്ട് അരച്ച് കലക്കി വെക്കുകയാണേ. കലക്കി വെക്കുമ്പോൾ ഞാൻ തക്കാളിയും പച്ചമുളകും കൂടെ അരിഞ്ഞിട്ടാണ് ഞാൻ തിളപ്പിക്കാൻ വെക്കുന്നത്. നിങ്ങളെങ്ങനെ കറി വെക്കുന്നത് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഞാൻ മാങ്ങ ഇട്ടും വെക്കാറുണ്ട് കേട്ടോ. അപ്പം പിന്നെ വടക്കമ്പുളി ഇട്ട് ഞാൻ അങ്ങനെ തേങ്ങാക്കറി വെക്കാറില്ല. പുളിമുളം വെക്കുമ്പോൾ മാത്രമേ ഞാൻ വടക്കമ്പുളി ഇട്ട് വെക്കുന്നത്. വടക്കമ്പുളി എന്ന് വെച്ചാൽ കുടംപുളി, ഞങ്ങളിവിടെയൊക്കെ വടക്കമ്പുളി എന്നും പറയും കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ കുറച്ച് വെള്ളവും കുടിക്കുന്നുണ്ട് കേട്ടോ. 1 കപ്പ് വെള്ളം ഞാൻ പാചകം കഴിയുന്നതിന് മുമ്പ് തന്നെ 1 കപ്പ് വെള്ളം കുടിച്ച് തീർക്കും കേട്ടോ. ഇനിയിപ്പം കറി തിളച്ച് കഴിഞ്ഞിട്ട് വേണം പിന്നെ ഇത് ബാക്കിയൊക്കെ വെക്കാൻ കേട്ടോ. എന്നിട്ട് ഞാൻ ചെറിയ ബർണറിനകത്തോട്ട് ഈ മീൻ കറി അങ്ങ് മാറ്റുവാണ്. ഇനി ചേട്ടന് കട്ടൻ ചായ ഇടണം, അത് കാരണം പിന്നെ അങ്ങോട്ട് മാറ്റി വെച്ചു. അതാകുമ്പോൾ ഇനി ചെറിയ തീയിലിരുന്ന് വെന്താൽ മതിയല്ലേ. അപ്പോൾ ഇനി കട്ടൻ ചായ, ഇവിടെ ചേട്ടൻ മാത്രമേ രാവിലെ കട്ടൻ ചായ കുടിക്കത്തുള്ളൂ കേട്ടോ. പിന്നെ മൂത്ത മോളാണെങ്കിൽ ഒരു പാൽ ചായയും കുടിക്കും. ഇവിടെ എനിക്കും എൻ്റെ ഇളയ മോൾക്കും അങ്ങനെ ചായയും കാപ്പിയൊന്നും വേണമെന്നില്ല രാവിലെ. ഇവർ രണ്ടുപേരും, ചേട്ടൻ കട്ടൻ ചായയും കുടിക്കും, മോള് പാൽ ചായയും കുടിക്കും. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കയ്യിൽ നിന്നാണെങ്കിൽ അവിടെ ഇരുന്ന പാത്രത്തിൽ നിന്നെങ്ങാണ്ട് കുറച്ച് വെള്ളം അങ്ങ് ചരിഞ്ഞു പോയി. അതെല്ലാം കബോർഡിനകത്തും അതിനകത്തും എല്ലാം തറയിലും ഒക്കെ അങ്ങ് വീണു. ഇച്ചിരി തോനെയും വെള്ളം ഉണ്ടായിരുന്നു. പിന്നെ അതെല്ലാം ഞാൻ തുടച്ച് മാറ്റിയത് കേട്ടോ. അപ്പോൾ ഇനിയാണെങ്കിൽ മോൾക്ക് പാൽ ചായ ഇടുവാണേ. മോൾക്ക് ഇന്ന് ട്യൂഷന് പോകണ്ടായിരുന്നു, അത് കാരണമാണേ താമസിച്ചത്. അല്ലെങ്കിൽ അവൾ ഒരു 5:45 ആകുമ്പോൾ എണീക്കും. പിന്നെ അവൾക്ക് 6:30 ട്യൂഷനുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 5:45 ആകുമ്പോൾ എണീറ്റിട്ട് ട്യൂഷന് ഒരുങ്ങുക. ഇന്നാണെങ്കിൽ ട്യൂഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിളിച്ചില്ല. ഇപ്പോൾ ഇച്ചിരി നേരം കൂടെ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇപ്പോൾ ഒരു 6:30
ആവാറായി. അത് കാരണം പിന്നെ അങ്ങ് ഇപ്പം ചായ ഇട്ടിട്ട് അങ്ങ് വിളിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ നിങ്ങളുടെ മക്കളൊക്കെ ഇങ്ങനെയാണോ? ചായ ഇട്ട് കൊടുത്തിട്ട് വിളിക്കുന്ന ഉടനെ പറയുന്നയാ, അമ്മ എനിക്കൊരു ചായ ഇങ്ങ് ഇട്ട് താ, ഞാൻ ചായ കുടിച്ചിട്ട് എണീക്കാമെന്ന്. ഭയങ്കര മടിച്ചിയാ, ഒരു വക ചെയ്ത് തരത്തില്ല. നിങ്ങളുടെ വീട്ടിലെ മക്കളൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തു തരുമോ? ഇവിടൊന്നും ഒരു വകയും ചെയ്ത് തരത്തില്ല. നമ്മൾ തന്നെ ചെയ്യണം. വീണ്ടും ഞാൻ കട്ടൻ ചായ ഇടുവാണേ. ഇനി ആർക്കാന്ന് ചോദിക്കല്ലേ, ചേട്ടന് കൊടുത്ത കട്ടൻ ചായ ചേട്ടൻ തട്ടിക്കളഞ്ഞു. അന്നേരം പറയാം, എനിക്ക് ഒരു കട്ടൻ ചായയും കൂടി ഇട്ടുകൊണ്ട് തരുമോ? അങ്ങനെ പിന്നെ ഞാൻ വീണ്ടും രണ്ടാമതും കട്ടൻ ചായ ഇട്ടുകൊണ്ട് കൊടുക്കുകയാണ് കേട്ടോ. ആദ്യത്തെ കൈ തട്ടി എങ്ങാണ്ട് തറയിൽ പോയി. പത്രം വായിച്ചുകൊണ്ടൊക്കെ ഇരുന്നാണ് ചായ കുടിക്കുന്നത്. അപ്പം നോക്കാതൊക്കെ ഇങ്ങനെ എടുക്കാൻ നേരം അതങ്ങ് തട്ടിപ്പോവും. അങ്ങനെ ഞാൻ വീണ്ടും രണ്ടാമതും ചായയൊക്കെ ഇട്ട് കൊടുത്ത് കേട്ടോ. ഇനി അവിയലിനും നമുക്ക് മോരിനും ഒക്കെ തേങ്ങ വേണം. മറ്റേ ഇച്ചിരി തേങ്ങയുള്ളായിരുന്നു, അത് ഞാനങ്ങ് പിന്നെ മീൻകറിക്ക് എടുത്തായിരുന്നു കേട്ടോ. അപ്പം പിന്നെ ഇനിയിപ്പം ബാക്കി കറിക്കും പുട്ടിനും ഒക്കെ തേങ്ങ വേണമായിരുന്നു. അത് കാരണം ഞാൻ വീണ്ടും തേങ്ങ പൊട്ടിച്ച് കേട്ടോ. ഇനിയിപ്പം കത്താളൊക്കെയും കൊണ്ടുപോകട്ടെ, അല്ലെങ്കിൽ അത് കാലി വീഴും. അവിടെയൊക്കെ ഇരുന്ന് അബദ്ധത്തിൽ ഇരുന്ന് കയ്യിലോ കാലിലോ ഒക്കെ വീണ് കഴിഞ്ഞാൽ. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ ഇങ്ങനെ തേങ്ങ വെള്ളം കുടിക്കുന്നത്? തേങ്ങ പൊട്ടിച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെ ഞങ്ങളുടെ വീട്ടിൽ തേങ്ങ വെള്ളം കുടിക്കുന്നത് കേട്ടോ. മക്കളൊന്നും അങ്ങനെ ഓടി വരത്തക്ക പ്രായമൊന്നും അല്ലല്ലോ, അവർ വലിയ കുട്ടികളായില്ലേ. അത് കാരണം അവരങ്ങ് ഓടി വരത്തില്ല. അത് കാരണം ഞാൻ തന്നെ അങ്ങ് കുടിക്കും. പിന്നെ അവിയലിന് ഞാനെങ്കിൽ തേങ്ങയും മഞ്ഞൾപ്പൊടിയും ജീരകപ്പൊടിയും പിന്നെ ചുവന്നുള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇത്രയാണ് ചേർക്കുന്നത്. എന്നിട്ടൊന്ന് ഒന്ന് ക്രഷ് ചെയ്തെടുക്കത്തേ ഉള്ളൂ. 2 വട്ടം ഒന്ന് കറക്കി ഇഞ്ഞെടുക്കത്തേ ഉള്ളൂ. ഇനി നമുക്ക് അവിയലും കൂടെ അങ്ങ് വെച്ച് അങ്ങ് ശരിയാക്കി എടുക്കാം. അപ്പോൾ അവിയലിനകത്ത് ഞാൻ നേരത്തെ ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. അത് കാരണം ഇനി ഉപ്പിടത്തില്ല. പിന്നെ ഇനി നോക്കിയിട്ടെങ്ങാനും ഉപ്പ് കുറവുണ്ടെങ്കിലേ ഉള്ളേ. അപ്പോൾ അരപ്പിട്ട് കഴിഞ്ഞിട്ട് ഞാനൊരു ഇച്ചിരി നേരം ഒന്ന് അടച്ചു വെക്കുക, അരപ്പൊന്ന് ആവിയേറാൻ വേണ്ടി. ഇനി ഒന്ന് പെയ്യനെ നമ്മൾ വലിയ കരണ്ടിയൊക്കെ ഇട്ട് വളവളായിട്ടങ്ങ് ഇളക്കരുത്, അതങ്ങ് ഉടഞ്ഞു പോകും. അത് കാരണം ചെറുതായിട്ടിങ്ങനെ അടി കൂട്ടി ഇങ്ങനെ ഒന്ന് ഇളക്കിയാവാവും. പിന്നെ കുറച്ച് ഞാൻ വെളിച്ചെണ്ണ ഇടേ. കറിവേപ്പില പിച്ചിയതില്ലായിരുന്നു, അത് കാരണം ഞാൻ പിന്നെ കറിവേപ്പില ഇട്ടില്ല കേട്ടോ. ഇനി പിച്ചിക്കൊണ്ട് വന്നിട്ട് വേണം കറിവേപ്പില ഇടാൻ. അത് കാരണം ഞാൻ പിന്നെ കറിവേപ്പില ഇട്ടില്ല. അപ്പോഴത്തേക്ക് അരിയൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇന്നാണെങ്കിൽ ഇച്ചിരി അധികം ചോറുണ്ടായതുകൊണ്ടേ എനിക്ക് ഊറ്റാൻ പാടാണ്. നിങ്ങൾക്കൊക്കെ പാടുണ്ടോ? ഞങ്ങൾക്ക് മാത്രം ഇച്ചിരി ചോറ് വെക്കുവാണെങ്കിൽ ഊറ്റാൻ പാടൊന്നുമില്ല കേട്ടോ. പക്ഷേ അധികം ചോറ് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയായി അരി ഊറ്റുന്നത്. പെയ്യനെ ഊറ്റിയെടുക്കത്തുള്ളൂ. അവിടെ സ്റ്റീലിൻ്റെ അടുപ്പല്ലേ, അപ്പോൾ അത് തെറ്റിപ്പോകുമോ എന്നുള്ള പേടി കാരണം ഞാൻ പെയ്യനെ ദൂരോട്ടൊക്കെ നിന്ന് അരി ഊറ്റുന്നത്. എനിക്ക് ഭയങ്കര പേടിയാണ് ഇപ്പോഴും അരി ഊറ്റാൻ. പിന്നെ വേറെ ഊറ്റും ഞാൻ, എന്നാലും തോനെയും ചോറൊക്കെ ആകുമ്പോഴേ നമുക്ക് വെയിറ്റ് അല്ലേ കലത്തിന്, അത് കാരണം പാടാണ് നമുക്ക് ഊറ്റിയെടുക്കാനേ. പക്ഷേ ഊറ്റും. ഊറ്റാതെ വേറെ നിവൃത്തിയില്ലല്ലേ, വേറെ ആരും ഇല്ലല്ലേ, അപ്പം ഊറ്റും. അങ്ങനെ ഞാൻ അരിയൊക്കെ ഊറ്റി വെച്ചിട്ട് കുടിക്കാനുള്ള വെള്ളം അങ്ങ് ഇപ്പുറത്തെ അടുപ്പത്തോട്ട് വെക്കുകയാണേ. ഞാൻ ചോറും വെള്ളവും ഞാൻ അടുപ്പിലാണ് വെക്കുന്നത്. പിന്നെ സമയമുണ്ടെങ്കിൽ ഞാൻ കറികളും എല്ലാം അങ്ങ് അടുപ്പത്ത് വെക്കത്തേ ഉള്ളൂ കേട്ടോ. ഇപ്പം രാവിലെ സ്കൂളിലും ജോലിക്കുമൊക്കെ പോകേണ്ട കാരണം അതൊക്കെ വെന്ത് വരുന്നത് നോക്കി ഇന്ന് നമുക്ക് വെക്കാൻ സമയം കിട്ടത്തില്ല. വീട്ടിൽ ഇരിക്കുന്ന ദിവസമല്ല ഞാൻ അടുപ്പത്താണ് വെക്കുന്നത് കറിയൊക്കെ. പിന്നെ ഇനി ഞാനെന്നെങ്കിൽ മോരിനങ്ങ് അരയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഞങ്ങൾ പുളിശ്ശേരിയില്ലേ, അതാണ് ഞങ്ങൾ മോരെന്ന് പറയുന്നത്. കഷ്ണങ്ങളൊന്നും ഇടത്തൊന്നുമില്ല കേട്ടോ. സാധാരണ ഒരു സിമ്പിൾ മോര്, തൈരും അരപ്പും മാത്രം കടുക് വറുത്തിട്ട് ഒഴിച്ച് ചൂടാക്കി എടുക്കത്തില്ലേ, ഇത് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഒഴിക്കുന്നതാണേ. നല്ല കട്ട തൈരാണ് കേട്ടോ. അപ്പം തൈരൊക്കെ തീർന്നിനി ഒഴിച്ച് വെക്കണം. അത് നല്ല പുളിയുള്ളതായതുകൊണ്ടാണ് കുറച്ചെടുത്തത്. ഞാനാണെങ്കിൽ ഇതാ ഈ ഒരു കിണ്ണിക്ക് ആ ഒരു കിണ്ണി കൊള്ളുന്ന മോരേ കാച്ചി വെക്കത്തുള്ളൂ. ഒരുപാട് മോരിങ്ങനെ കാച്ചിയൊന്നും വെച്ചേക്കത്തില്ല. പിറ്റേന്നൊക്കെ അങ്ങനെ ഇവിടെ കൂട്ടത്തില്ല കേട്ടോ. തലേന്നത്തതൊക്കെ വെച്ചിരുന്നാലേ ഭയങ്കര പാടാണ് ഇവിടെ ആളുകൾക്ക് കൂട്ടാൻ. അത് കാരണം ഞാൻ എല്ലാം അന്നന്നത്തേക്ക് മാത്രമേ ഉണ്ടാക്കത്തുള്ളൂ. കറികളാണെങ്കിലും തോരനാണെങ്കിലും എല്ലാം അത് കുറേശ്ശെ ഉണ്ടാക്കത്തേ ഉള്ളൂ. തോനെ ഇങ്ങനെ ഉണ്ടാക്കി വേസ്റ്റാക്കി കളയാൻ എനിക്ക് ഭയങ്കര വിഷമമാണ്. അത് കാരണം കറികളാണെങ്കിലും തോരനാണെങ്കിലും ഇതിനൊക്കെ ഒഴിച്ചു കൂട്ടാനാണെങ്കിലും അന്നത്തേക്ക് മാത്രമേ ഉണ്ടാക്കത്തുള്ളൂ. പിറ്റേന്നെടുത്ത് കളയുന്നത് എനിക്ക് ഭയങ്കര സങ്കടമാണ്. പിന്നെ ആണെങ്കിൽ ഇനിയിപ്പം കടുക് വറുക്കുകയാണേ. കടുക് വറുക്കുന്നത് മീൻ കറിക്ക് ഇച്ചിരി കടുക് വറുക്കണം, പിന്നെ മോരും കാച്ചണം.
ഇതേ കടു ഇങ്ങനെ പൊട്ടി അവിടെ എല്ലാം വീണ് വൃത്തികേടാവും കേട്ടോ. അത് കാരണം ഞാനാണെങ്കിൽ അടച്ചു വെക്കും. അപ്പോൾ എനിക്ക് ഇങ്ങനെ ദേഹത്തോട്ട് തെറിച്ചും വീഴത്തില്ലല്ലേ. കടു പൊട്ടി തീരുമ്പോൾ അടപ്പ് മാറ്റിയിട്ട് ഉള്ളിയും മുളകും എല്ലാം ഇട്ട് കൊടുക്കും. ഇനി ഞാൻ സാധാരണ മീൻ കറിക്കൊന്നും അങ്ങനെ കടുക് കാച്ചാറില്ല കേട്ടോ. ഇന്ന് പിന്നെ ഇപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ കൊടുത്ത് വിടേണ്ട കാരണം ഇച്ചിരി കടുക് കാച്ചി ഒഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒഴിക്കുകയാണേ. അല്ലാതെ ഞാനെങ്കിൽ ഇങ്ങനെ മീൻ കറിക്കൊന്നും കടുകൊന്നും കാച്ചി ഒഴിക്കത്തില്ല. ഒത്തിരി എണ്ണയൊക്കെ കൂട്ടിയാൽ കൊളസ്ട്രോളൊക്കെ വരുമെന്ന് വിചാരിച്ചുകൊണ്ട് എണ്ണയൊക്കെ ഞാൻ കുറച്ചേ ഉപയോഗിക്കത്തുള്ളൂ. ഇനിയിപ്പോൾ ആ കടുക് കാച്ചി അതിനകത്ത് ഇച്ചിരി കടുക് കാച്ചിയതുണ്ട്, അതിനകത്തോട്ട് തന്നെ അങ്ങ് മോരും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കും. നിങ്ങൾ മോരെന്ന് തന്നെയല്ലേ പറയുന്നത്? ഞങ്ങൾ മോരെന്നാണേ പറയുന്നത്. പുളിശ്ശേരി നമ്മൾ കല്യാണത്തിനൊക്കെ ഉപയോഗിക്കുന്ന പുളിശ്ശേരി ഉണ്ടല്ലോ, അത് തന്നെ സംഗതി. പക്ഷേ അതിനകത്ത് കഷ്ണങ്ങളൊന്നും വെള്ളരി, കുമ്പളങ്ങ അതൊന്നും ചേർക്കത്തില്ല. സാധാരണ ഒരു മോരാണ്. അതൊന്ന് ചൂടായി കഴിയുമ്പം വീണ്ടും ഞാൻ ഈ അലൂമിനിയം പാത്രത്തിൽ വെച്ചേക്കത്തില്ല കേട്ടോ. ഈ പുളിയുള്ള സാധനങ്ങളൊക്കെ അലൂമിനിയം പാത്രത്തിൽ വെച്ചുകൂടെന്നിട്ട് കേട്ടിട്ടുണ്ട് കേട്ടോ. അതിനെക്കുറിച്ചുള്ള വലിയ അറിവൊന്നും എനിക്കില്ല. അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കാരണം ഞാനങ്ങ് സ്റ്റീൽ പാത്രത്തിനകത്തോട്ടാക്കി വെക്കും കേട്ടോ. ഇനിയിപ്പോൾ പുട്ടിന് മാവ് നനയ്ക്കുകയാണേ. അപ്പോൾ അപ്പോഴത്തേക്കും മോളവിടെ ബഹളം തുടങ്ങി. സ്കൂളിൽ പോകാൻ സമയമായി, അമ്മ വീഡിയോ എടുത്തുകൊണ്ടിരിക്കാതെ എനിക്ക് പുട്ടുണ്ടാക്കി താന്നും പറഞ്ഞ് ബഹളമായിരുന്നു. അതുകൊണ്ട് അത് പുട്ട് വെക്കുന്നതൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ. അപ്പോഴത്തേക്കും മോൾക്ക് പോകാൻ സമയം പെട്ടെന്ന് പുട്ടാക്കിയും കൊടുത്തേത്. ഇനിയിപ്പം മോളെ ചേട്ടൻ കൊണ്ടാക്കാൻ പോവുകയാണേ. എന്നും മോളെ രാവിലെ കൊണ്ടാക്കുന്നത് ചേട്ടൻ അങ്ങ് കൊണ്ടാക്കും. വൈകിട്ട് ഞാൻ പോയി വിളിച്ചുകൊണ്ട് വരികയാണ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ നടന്നു പോയി, എനിക്ക് വണ്ടി ഓടിക്കാനൊന്നും അറിയത്തില്ല. അത് കാരണം ഞാൻ നടന്നു പോയാണ് വിളിക്കുന്നത്. ഇവിടെ അടുത്താണ് സ്കൂള്, ഒരു 10 മിനിറ്റ് നടന്നാൽ മതി. അടുത്താണ്, ഞങ്ങളുടെ വീടിനടുത്ത് തന്നെ മോളുടെ സ്കൂള്. അവരെയൊക്കെ പറഞ്ഞു വിട്ടിട്ട് ഇനി എനിക്ക് കഴിക്കാനുള്ള പുട്ട് പുഴുങ്ങണം. മൂത്തവളുടെ പുട്ട് കൂടി ഇരിപ്പുണ്ട്. അവൾക്ക് സ്കൂളിൽ പോകണ്ട കേട്ടോ. 10ാം ക്ലാസ്സിൽ ഇപ്പോൾ സ്റ്റഡി ലീവായത് കാരണം അവളും അമ്മ കഴിക്കുമ്പം മതിയെന്ന് പറഞ്ഞ കാരണം പിന്നെ അവൾക്കും ഞാൻ പുട്ട് കൊടുത്തില്ല. ഇനി ഞാനിവിടെ എൻ്റെ പുട്ടും കൂടെ പുഴുങ്ങിയതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടെ കഴിക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഞാൻ എൻ്റെ ഈ പുട്ട് കുറ്റിയുണ്ടോ, അത് ചിരട്ടയാണ്, ചിരട്ട വെച്ച് ഉണ്ടാക്കിയതാണ്. ഞങ്ങളുടെ വീടിനടുത്ത് ഒരു മാമനുണ്ട് കേട്ടോ. ആ മാമൻ ഉണ്ടാക്കി തന്നതാണ്. ഈ ഫർണിച്ചറിൻ്റെയൊക്കെ പണിയുള്ളത്. അപ്പോൾ അവിടെ ആ മാമ ഉണ്ടാക്കി തന്നതാണ്. ഇത് കണക്ക് ചിരട്ട, നമ്മുടെ തേങ്ങ പൊട്ടിക്കുന്ന ചിരട്ട ഉണ്ടല്ലോ, ആ ചിരട്ട വെച്ചിട്ടുള്ള പുട്ടുകുറ്റിയും 2-3 തവിയും ഒക്കെ എനിക്ക് ഉണ്ടാക്കി തന്നായിരുന്നു കേട്ടോ. ഇതിപ്പം കണ്ട അരങ്ങൊഴിഞ്ഞ അമ്പലം പോലെ പാത്രങ്ങളെല്ലാം സിങ്ക് നിറഞ്ഞ്. സാധാരണ ഞാൻ അന്നേരം ഉള്ളത് അന്നേരം കഴുകും കേട്ടോ. പക്ഷേ ഇന്നില്ല, ചോറൊക്കെ കൊടുത്തു വിടേണ്ട കാരണം ധൃതിയിൽ ചെയ്ത കാരണം എനിക്ക് പാത്രമൊന്നും കഴുകാൻ പറ്റിയില്ല. കുറച്ചൊക്കെ പാത്രമേ കഴുകുകയുള്ളൂ. ഇനി ഈ അധികം ഇരിക്കുന്ന അവിയലും എല്ലാം എന്താണ്ടേ എനിക്കും മോൾക്കും ഉച്ചയ്ക്ക് കഴിക്കാനുള്ള മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം കൊടുത്തു കഴിയുമ്പോൾ എല്ലാം ഒഴിഞ്ഞ് ഞാനങ്ങ് കഴുകി വെക്കും കൊച്ചു പാത്രത്തിനകത്തോട്ടാക്കിയിട്ട്. ഉച്ചയ്ക്കാകുമ്പോൾ അതും കൂടെ അങ്ങ് കഴുകിയാൽ മതിയല്ലേ. ഇപ്പോൾ പുട്ടൊക്കെ വെന്തിട്ടുണ്ട്, അതൊക്കെ അങ്ങ് അതിനകത്തോട്ട് ഇട്ട് വെക്കാം കേട്ടോ. ഇതിന് നമ്മുടെ മറ്റേ കുടത്തിൽ വെച്ച് പുഴുങ്ങാൻ പറ്റത്തില്ല കേട്ടോ. കുക്കറിനകത്ത് വെച്ച് മാത്രമേ പുഴുങ്ങാൻ പറ്റത്തുള്ളൂ. എൻ്റെ സാധാരണ പുട്ട് കുടം ഉണ്ടല്ലേ, അത് ചോരുന്ന്, അതിന് ഒരു പൊട്ടൽ വന്ന് ആ കുടത്തിന്. അത് കാരണം അതിനകത്ത് പുഴുങ്ങാൻ പറ്റുന്നില്ല ഇപ്പം. ഇനി എൻ്റെ അടുക്കളപ്പണിയിൽ അവസാനത്തെ ഇനമാണ് ഈ പാല് കാച്ചൽ. ഏറ്റവും അവസാനമാണ് ഞാൻ പാല് കാച്ചുന്നത്. ഇതും കൂടെ കഴിയുമ്പോൾ രാവിലത്തെ പണികളെല്ലാം ഒതുങ്ങും. പിന്നെ പാത്രം കഴുകക്കും തുടപ്പുമൊക്കെ ഉള്ളു കേട്ടോ. ഇപ്പോൾ പാലും കൂടെ കാച്ചി കഴിയുമ്പം എൻ്റെ ജോലിയൊക്കെ ഒതുങ്ങും കേട്ടോ. ഒരു ടിപ്പിക്കൽ മലയാളി വീട്ടമ്മ സാധാരണ ചെയ്യുന്നത് പോലെ പാത്രം കഴുകി ഒഴിക്കുക എന്ന ചടങ്ങും ഞാൻ ചെയ്തു കേട്ടോ. എല്ലാ വീട്ടമ്മമാരും അങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ കരുതുന്നത് കേട്ടോ. അപ്പം പാലൊക്കെ കാച്ചി ഒഴിച്ച് വെച്ച് ഇനി എനിക്ക് പാത്രം കഴുകക്കും തുടപ്പും ഒക്കെ ഉള്ളു കേട്ടോ. പെരതൂക്കലും അതും കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇന്നത്തെ പണികളെല്ലാം ഒരുവിധം കഴിയും. അങ്ങനെ പാത്രം കഴുകുന്നതൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ. ഇനി ഞാൻ എന്താണ്ട് പാത്രങ്ങളെല്ലാം കഴുകി പെരയെല്ലാം തൂത്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാൻ പോവുകയാണേ. എൻ്റെ അടുക്കളയൊക്കെ ക്ലീനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ.
എല്ലാം ക്ലീനാണ്. ഇനി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യണം. പിന്നെ കമൻറ്റ് ചെയ്യണം. ആരും കമൻറ്റ് ചെയ്യുന്നില്ല കേട്ടോ. കമൻറ്റ് ചെയ്യണം. എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചാ? അപ്പോൾ ഇന്ന് പുട്ടും പഴവുമാണ് ഞങ്ങൾക്ക് കേട്ടോ. ഈ വീഡിയോ എടുക്കുന്ന കാരണമാണ് എൻ്റെ മോള് വന്നിരിക്കാത്തത്. അവൾ അമ്മ വീഡിയോ ഓഫ് ചെയ്യുമ്പോൾ ഞാൻ വന്നിരുന്ന് കഴിച്ചോളാമെന്ന്. അങ്ങനെ കഴിക്കാതെ അവിടെ നിൽക്കുക. ഞാൻ ഈ വീഡിയോ ഓഫ് ചെയ്യുമ്പോഴേ കഴിക്കാൻ വരത്തുള്ളൂ. അത് ഞാൻ കുഴയ്ക്കാൻ നേരം അത് ഇത്രയും കൂടെ അങ്ങ് തറയിലോട്ട് പൊടിഞ്ഞ് വീണ്. ഇനി അതെല്ലാം തൂത്തുവാരുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പുട്ടൊക്കെ കഴിച്ച് കഴിയട്ടെ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു കേട്ടോ. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. ആരും കമൻറ്റ് ചെയ്യാൻ ഭയങ്കര മടിയാണ് എല്ലാവർക്കും. നന്നായിട്ട് കമൻറ്റ് ചെയ്യാൻ എല്ലാവരും നന്നായിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്തൊരു അഭിപ്രായം ഉണ്ടെങ്കിലും കമൻറ്റിലൂടെ അറിയിക്കണം. എന്നാലേ എനിക്കത് തിരുത്തി അത് കറക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് കാരണമാണേ എല്ലാവരും കമൻറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോവുകയരുത് കേട്ടോ. പിന്നെ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു. അപ്പോൾ ഞാൻ പുട്ട് കഴിക്കട്ടെ.